പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ നെല്ലിശ്ശേരി അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് സങ്കീർത്തിയിൽ ഇരുന്ന പിതാവ് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവസാനം ടാറ്റ കൊടുത്ത് പിരിച്ചുവിട്ടു. കല്ലറയിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട കബറിടം പൗത്രീകരിച്ച് അതിൽ ഇറക്കി വെച്ചു സന്തോഷത്തോടെ പോയി. ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള സമാധാനത്തിൽ രാത്രിയിൽ പിതാവ് ഉറങ്ങാനായിട്ട് കയറി. അപ്പോൾ എല്ലാ മനുഷ്യരും ഈ ഉറങ്ങാൻ കയറിയിരിക്കുമ്പോൾ അന്നത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. പിതാവും ഇങ്ങനെ ചിന്തിച്ചു. പിതാവ് ഇങ്ങനെ ചിന്തിച്ചു. നേരം വെളുത്തപ്പം മുതൽ ഒത്തിരി കാര്യങ്ങളിൽ ഓടി നടന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തിരി മനുഷ്യരെ കണ്ടു. പ്രത്യേകിച്ച് ഇന്ന് നെല്ലിശ്ശേരി അച്ഛനെ, വിശുദ്ധനായ ഒരു പുരോഹിതനെ പറഞ്ഞയച്ചു. അപമാനിക്കപ്പെട്ടു എങ്കിലും പുള്ളി എൻ്റെ പരിമിതി എന്നൊക്കെ പറഞ്ഞ് ഈ ഭയപ്പെട്ട മനുഷ്യൻ്റെ ആ ഒരു വിചാരത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് വളരെ സന്തോഷത്തോടെ തട്ടിൽ പിതാവിനൊന്ന് വിളിച്ചു. ആരാണെന്ന് നോക്കുമ്പോൾ കർത്താവാണ് മുന്നിൽ നിൽക്കുന്നത്. പെട്ടെന്ന് തട്ടിൽ പിതാവ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എവിടെയെല്ലാം ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇന്നത്തെ ദിവസം തട്ടിൽ പിതാവിൻ്റെ പ്രവർത്തനത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ നേടിയ ആത്മാക്കൾ എത്ര പേരുണ്ടെന്ന് കണക്കെടുക്കാനാണ് ദൈവം വന്നേക്കുന്നത്. കർത്താവ് ചോദിച്ചു, ഇന്നത്തെ ശുശ്രൂഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് അവന്മാരെ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇന്ന് എത്ര ആത്മാക്കളെ നേടി. അപ്പം സത്യമായിട്ടും പിതാവിന് അറിയാമല്ലോ, ഇന്ന് ആരെയും നേടിയിട്ടില്ല. കള്ളന്മാർക്ക് കൂട്ടുനിന്നു. ഈ തിന്മയ്ക്കെതിരെ നിന്ന് സംസാരിച്ചവരെ കുറച്ചുകൂടെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും തക്ക തരത്തിൽ. അപ്പോൾ ചോദിച്ചു, ദേവാലയത്തിൽ ബലി അർപ്പിച്ച് വേണം അടക്കാനെന്നല്ലേ സഭയുടെ നിയമം? അതാണല്ലോ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ. എന്തുകൊണ്ടത് ചെയ്യാഞ്ഞത്? അതെ, അവിടെ ഒരു പുരോഹിതനുണ്ട്, ഒരു വെപ്പുമുടിക്കാരൻ. അയാൾ പരിശുദ്ധ കുർബാനയെ പറ്റിയൊക്കെ ഒരുപാട് പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ്. പക്ഷേ കർത്താവ് എന്നിൽ ആ മനുഷ്യന് വിശ്വാസമില്ല. അതുകൊണ്ട് അദ്ദേഹം ഭീകരരൂപിയായി നിന്ന കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല, ലൂസിഫറിൻ്റെ പിന്നാലെ കുട്ടിപ്പിശാചുക്കൾ കൂടുന്ന കണക്ക് അവിടെ ബാക്കിയെല്ലാം വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ദൈവഭയമുള്ളവർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് അവിടെ ഇരുന്നത്. എൻ്റെ പ്രാണഭയം കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരാത്മാക്കളെ നേടിയില്ല. വലിയ വായിലെ കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നിന്നു. നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകിയതല്ലേ? മാമോദീസായിലൂടെ നൽകി. അതിനുശേഷം പൗരോഹിത്യത്തിന് വേണ്ടി നിനക്ക് ഞാൻ നൽകി. മാമോദീസ കഴിഞ്ഞ് മുമ്പത്തെ പ്രശ്നത്തിലൂടെ നിന്നെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി. പിന്നെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ കഴിയുന്ന ശുശ്രൂഷകനായി നിന്നെ പുരോഹിതനായി ഞാൻ ശുശ്രൂഷ ഏൽപ്പിച്ചു. അതിനുശേഷം നിന്നെ ഞാൻ ബിഷപ്പാക്കി, മേജർ ആർച്ച് ബിഷപ്പാക്കിയപ്പോൾ നിന്നിലെന്തേ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലേ? പന്തക്കുസ്തായിക്ക് വാചാലമായി പ്രസംഗിക്കുന്നേക്കാമല്ലോ, എന്താ ഈ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് ബലം തരില്ലേ? ഇത് ധൈര്യത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ ആത്മാവിനെ നൽകിയിട്ട് പറഞ്ഞു എന്നൊക്കെ നീ തന്നെ പ്രസംഗിക്കുന്നില്ല. എന്തുകൊണ്ട് നിനക്കതിൽ ധൈര്യപ്പെടാൻ പറ്റുന്നില്ല? വലിയ വായിൽ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരഞ്ഞ് ബോധം കെട്ട് അവിടെ കിടന്നുറങ്ങി. പിറ്റേ പ്രഭാതത്തിൽ മുഖത്തൊരു പ്രസാദവുമില്ലാതെ സങ്കട സീനായിട്ടാണ് അടുത്ത ദിവസം ഉണർന്നെഴുന്നേൽക്കേണ്ടി വന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോനില. ഞാൻ പറയാം, ഓരോ ദിവസവും കിടക്കാൻ കട്ടിലിൽ കയറുമ്പോൾ അന്നത്തെ കാര്യങ്ങളെപ്പറ്റി സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കാറുണ്ട്. തെറ്റുപറ്റിയത് ഏറ്റുപറയാറുണ്ട്. ഇനിയും ഒരു ദിവസം കൂടെ തരികയാണെങ്കിൽ നാളെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന നന്മയൊക്കെ ചെയ്യാം എന്ന് പറയാറുണ്ട്. അതുപോലും പറയാൻ പറ്റാതെ രാവിലെ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് കയറി സഭയുടെ ബലിയർപ്പിക്കാൻ
എന്തൊരു വിരോധാഭാസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശുശ്രൂഷകർക്കെല്ലാം ഇത് ബാധകമാകട്ടോ. എല്ലാ ശുശ്രൂഷകരോടും കണക്ക് ചോദിക്കും. ഇന്നത്തെ നമുക്കറിയാലോ, ഉദ്ധാനത്തിന് ശേഷം കർത്താവ് മീൻ പിടിക്കാൻ പോയവരുടെ പിന്നാലെ ചെന്നിട്ട് കടപ്പുറത്തിരുന്നിട്ട് അവരോട് വർത്തമാനം പറഞ്ഞു, ഇപ്പം പിടിച്ചതിൽ കുറച്ച് ഇനി എടുത്തുകൊണ്ട് വാടാ. സമൃദ്ധമായ ഒരു വിളവെടുപ്പ് കൊടുത്തിട്ടാണ് പറഞ്ഞു, അതിനകത്ത് നിന്ന് ഇപ്പം പിടിച്ച. ഓരോ ദിവസവും ചോദിക്കുക, ഇടയിൽ നിന്ന് നീ നേടിയ ആത്മാക്കളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അഭിഷിക്തർ, അതുപോലെ തന്നെ ആ ബിഷപ്പന്മാർ, മേജർ ആർച്ച് ബിഷപ്പന്മാർ, കർദിനാളന്മാരോടൊക്കെ ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ അനനിയാസിൻ്റെയും സഫീറായുടെയും ജീവിതം പോലെ ആകാതെ വീണ് മരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു നിത്യരക്ഷയുടെ അവസ്ഥയിലേക്ക് ഓരോ ദിവസത്തെയും നിങ്ങളുടെ ചിന്തയും ജീവിതവും കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.